തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കൂനംമൂച്ചി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിലെ രോഗി കുഞ്ഞിരാമനും കാറിലെ യാത്രക്കാരിയായിരുന്ന കൂനംമൂച്ചി സ്വദേശി പുഷ്പയുമാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് തലകീഴായി മറിഞ്ഞു. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, അതിഭീകരമായ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമിത വേഗതയാണോ അപകട കാരണം? പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധൂരി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വെച്ചിട്ട് ഇത്തരത്തിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ യാത്രക്കാരനായിരുന്ന രോഗി കുഞ്ഞിരാമൻ ആദ്യം മരിച്ചു. അതിനുശേഷം കാറിലെ യാത്രക്കാരിയായിട്ടുള്ള പുഷ്പയും മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കിൻഡർ ഹോസ്പിറ്റൽസിന്റെ ആംബുലൻസ് ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത വേഗതയാണ് എന്ന കാര്യത്തിനകത്ത് നമുക്ക് വ്യക്തതയില്ല. അമിത വേഗതയാണോ അതോ കാറിന്റെ നിയന്ത്രണം നഷ്ടമായതാണോ എന്ന കാര്യത്തിൽ അറിയില്ല. എന്തായാലും അപകടത്തിന് ശേഷം ആംബുലൻസ് തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മൊത്തം 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 2 പേരുണ്ടായിരുന്നത് കാറിലെ യാത്രക്കാരായ ആൻഡോ, പുഷ്പ എന്നിവരായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ. മറ്റൊരാൾ ഈ ആംബുലൻസിലെ രോഗിയായിരുന്ന കുഞ്ഞിരാമനുമായിരുന്നു. ഇതിനകത്ത് ആൻഡോയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നത്. പുഷ്പ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്നാണ് അറിയുന്നത്. ഈ അപകടത്തെ തുടർന്ന് കാറിന്റെ ഡീസൽ ടാങ്ക് തകർന്ന് ഡീസൽ റോഡ് മുഴുവൻ പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആംബുലൻസിൽ നിന്ന് ഓക്സിജൻ ചോരുന്നുണ്ടായിരുന്നു. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഈ പരിക്കേറ്റ മറ്റ് 5 പേര് കുന്നംകുളത്തെ യൂണിറ്റി ആശുപത്രിയിലും ഈ പുഷ്പയെയും ആന്റയെയും തൃശൂർ അമല ആശുപത്രിയിലുമാണ് പ്രവേശിച്ചിരുന്നത്. പുഷ്പ മരിച്ചിരിക്കുന്നു. ആന്റോയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സിന്ധൂരി, വ്യക്തമാണ് ശരത്. തൃശൂർ കുന്നംകുളത്താണ് കാണിപ്പയ്യൂരിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടത്തിൽ 2 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയുമാണ് മരണപ്പെട്ടത്. ശരത് ഓങ്ങല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.